ഹലോ, നല്ല നമസ്കാരം. ചത്ത പച്ച റിംഗ് ഓഫ് റൗഡീസ് മലയാള സിനിമയിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത ഒരു സാധനം. ഒരുപക്ഷെ അദ്വൈത് നായർ സംവിധാനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ 90s കിഡ്സിനെ മെൻഷൻ ചെയ്തിട്ടാണെന്ന് തോന്നി ഈ സിനിമ ഇത് ചെയ്തിട്ടുള്ളത്. WWE ആ ഒരു സാധനത്തെ മലയാളികൾക്ക് പരിചിതമാക്കി മലയാളിത്വം കൂട്ടിക്കലർത്തിയ ഒരു സാധനം. 90s കിഡ്സിന് ഈ സിനിമയുടെ ഒരു വലിയ എന്താ പറയുക, അവർക്കൊരു കിടിലം വിരുന്നായിരിക്കും. കാരണം നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്മാക്ക് ഡൗൺ, റോ പരിപാടികൾ, അതോടൊപ്പം അണ്ടർടേക്ക് തുടങ്ങിയ പഴയ പണ്ടത്തെ ഒരുപാട് റെഫറൻസുകൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബെഡിൻ്റെ മുകളിൽ കിടന്ന് അടിപിടി കൂടിയ ആ ഒരു നൊസ്റ്റു ഒക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താരങ്ങളുടെ പ്രകടനം നോക്കുമ്പോൾ ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് റോഷൻ മാത്യു ആണ്. കിടിലം എന്ന് വെച്ചാൽ ചിത്രത്തിലെ ഏറ്റവും ആകർഷണം റോഷൻ്റെ ബെട്രി എന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ വേറെ ലെവല്, കിടിലം എന്ന് വെച്ചാൽ കിടിലം. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാധനം. പിന്നെ അർജുൻ അശോകൻ, സാവിയോ എന്ന് പറയുന്ന കഥാപാത്രം. അർജുൻ വളരെ സ്വാഭാവികമായിട്ടാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം അത്രയും സമയം വരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന എല്ലാ സാധനവും റോഷൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു ക്യാരക്ടർ തന്നെയാണ് സാവിയോ. പിന്നെ വിശാഖ് നായർ, എനിക്ക് മച്ചാൻ്റെ ഇൻട്രോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കണക്ക് തന്നെ അവസാനത്തെ ആ ഒരു ആക്ഷൻ സീക്വൻസ് മച്ചാൻ അങ്ങ് തകർത്ത്. എന്തൊരു ഗ്രേസുള്ള പയ്യനെന്നറിയോ. ഇൻ്റർനാഷണൽ സ്റ്റഫ് എന്ന് പറയുന്നത് ഇതാണ് നടൻ, വേറെ ലെവൽ. എനിക്ക് റോഷൻ കഴിഞ്ഞ സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ആളാണ്. പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ, എനിക്ക് മമ്മൂട്ടിയുടെ പ്രസൻസ് ആവശ്യമില്ലായിരുന്നു എന്നെനിക്കൊരു തോന്നലുണ്ടായി. കാരണം മമ്മൂട്ടി ഇല്ലാതെ തന്നെ ഈ സിനിമ ഗംഭീരമാകുമായിരുന്നു. ആ തുടക്കത്തിൽ കാണിച്ച ആ ക്യാമിയോ കണ്ടപ്പോൾ തന്നെ തുടക്കത്തിൽ കുറേ ഗ്രാഫിക്സിൻ്റെ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് തന്നെ ആയിരിക്കും അവസാനം വരാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നി. ഓക്കെ, പക്ഷേ അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സാധനത്തിന് അവിടെ ഒരു പ്രസൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു. മമ്മൂട്ടിയുടെ ആ ഒരു ക്യാമിയോ റോള് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതോടൊപ്പം തന്നെ മമ്മൂട്ടിക്ക് കൊടുത്ത ഹൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു സാധനവും ഇതിൽ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം പിന്നെ മമ്മൂട്ടിയുടെ ഡയലോഗും അത്ര ഗംഭീരമായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ ഇതിലെ കുഞ്ഞ് റോസ് കിടിലം പെർഫോമൻസ്. എന്തോ ദേവികയോ എന്തോ പേര് എനിക്കറിയില്ല, കറക്റ്റായിട്ട് പേര് അറിയില്ല. കിടിലം കുട്ടി, എന്ത് കിടിലം പെർഫോമൻസാണ് കൊച്ച്. കിടിലം എന്ന് വെച്ചാൽ കിടിലം സാധനം. അതോടൊപ്പം തന്നെ ഇത് പിന്നെ വളരെയധികം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പല ക്യാരക്ടറും ഒരു ഡീറ്റെയിൽ ആയിട്ട് അവരെന്തിനു വന്നു എന്ന് പിന്നെ മനസ്സിലാകാത്ത രീതിയിൽ, എന്നിട്ട് പെട്ടെന്ന് അവർ വില്ലനായിട്ട് മാറുന്ന ആ ഒരു രീതിയിലേക്ക് സംഭവം എത്തിപ്പെടുന്നുണ്ട്. അത് എന്തിനായിരുന്നു അവർ വന്നത്, അവരെന്ത് വില്ലത്തരമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡീറ്റെയിലിംഗ് ഇല്ലാതെ പോയി. പല ക്യാമിയോയും വന്നു പോകുന്നു. സിദ്ദിഖിനെ പോലുള്ളവർ പിന്നെ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് അവർ എന്തോ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നു. അത് ഡീറ്റെയിൽ ചെയ്തിട്ടില്ലായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പാട്ടുകൾ, കിടിലം എന്ന് വെച്ചാൽ കിടിലം. പിന്നെ കൊച്ചു കുട്ടികളുടെ തുടക്കത്തിലെ കുറേ നല്ല കിടിലം സാധനങ്ങൾ ഇതിൽ വന്നു പോയിട്ടുണ്ട്. തുടക്കത്തിൽ കുട്ടികളുടേതായിട്ടുള്ള കുറേ പരിപാടി, ബെഡിൻ്റെ പുറത്ത് കിടന്നുള്ള പരിപാടി, കുളത്തിൽ കിടന്നുള്ള പരിപാടി, എല്ലാം കിടിലം ക്യാമറ വർക്ക്, ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത സാധനം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കിടില സാധനം. മുജീബ് അജീബ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് ഓരോ സീനിനെയും എലിവേറ്റ് ചെയ്ത് ഹൈയിലാക്കി വെച്ചിട്ടുണ്ട്. കിടിലം എന്ന് വെച്ചാൽ കിടിലം. 2-3 പാട്ടുകൾ നല്ല രസമുള്ള പാട്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ പിന്നെ ആ ഗ്യാങ് മുഴുവനും വരുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു മനോഹരമായൊരു പാട്ട്.
പിന്നെ ഇതിൽ എനിക്ക് തോന്നിയത് ഈ സിനിമയിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ ജനറേഷനെ മാത്രം പിന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തോന്നിയോ എന്നൊരു സംശയമുണ്ട്. 90s കിഡ്സ് എനിക്കൊക്കെ ദഹിക്കും, പക്ഷേ അതിനു മുമ്പുള്ള ജനറേഷനൊക്കെ ചിലപ്പോൾ ഇത് എത്രത്തോളം അക്സെപ്റ്റ് ആണ് എന്ന് എനിക്കൊരു പിടിയില്ല. അതോടൊപ്പം തന്നെ ഈ തലമുറയ്ക്കും പിന്നെ ജെൻസിക്കും ഇത് എത്രത്തോളം വർക്കാവും എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എനിക്കൊക്കെ നന്നായിട്ട് വർക്കായി. പക്ഷേ ഇത് എല്ലാവരെയും കൂടി തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആകണം. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾട്ടയും പിള്ളേരെ ഇടിച്ചു തകർത്തു എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ അത് എല്ലാവർക്കും എത്രത്തോളം ദഹിക്കും എന്നതിനെക്കുറിച്ച് കണ്ടു തന്നെ അറിയണം. എന്തായിരുന്നാലും ഒരു തവണ പിന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. കിടിലം. കാരണം അങ്ങനെയുള്ള കുറേ സ്റ്റഫുണ്ട് ഇതിനകത്ത്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ സാധനങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതോടൊപ്പം തന്നെ ഈ സിനിമ ഒരിക്കലും ഒരു തവണ കാണാൻ പറ്റും എന്നുള്ളതല്ലാതെ എനിക്ക് കൂടുതൽ റീവാച്ചബിൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇത് സ്റ്റോറി, ഇതിൻ്റെ ആ ഒരു സോൾ, ഒരു മലയാളിത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നു. റോഷൻ്റെ വൈഫ് ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നതല്ലാതെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാധനങ്ങൾ, അവിടെയൊക്കെ ഒരു പാട്ടൊക്കെ വേണമെങ്കിൽ കയറ്റാമായിരുന്നു. എന്നിട്ട് പോലും അവിടെ ഒന്നും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. വെറും 2 മണിക്കൂർ 10 മിനിറ്റ് എന്തോ ഉള്ളൂ സിനിമ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ദൈർഘ്യമുള്ള ഒരു സിനിമയല്ല. എങ്കിലും ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു കിടിലം സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഒരു പക്ഷേ 90s കിഡ്സ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത്. ബാക്കിയുള്ളവരുടെ ഇഷ്ടം എന്താണോ എന്ന് അറിയില്ല. എന്തായിരുന്നാലും ഒരു തവണ കാണാൻ പറ്റുന്ന കിടിലം ഇടിപ്പടം. താങ്ക് യു.